അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 19 ചൊവ്വാഴ്ച. UDFും LDFും പ്രഖ്യാപിച്ച ഹർത്താലിൽ വയനാട് നിശ്ചലം. 12 മണിക്കൂർ ഹർത്താലിന്റെ ഭാഗമായി പ്രതിഷേധക്കാർ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. ഹർത്താലാണെന്നറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് അതിർത്തികളിൽ കുടുങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനോടനുബന്ധിച്ചുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചകൾക്കെതിരെയാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെന്നത് ഉൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെയാണ് LDF ഹർത്താൽ. വയനാട് ദുരന്തബാധിതർക്കുള്ള കേന്ദ്രത്തിന്റെ അധിക ധനസഹായത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം വ്യാജപ്രചാരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അധിക ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാം എന്ന പ്രതീക്ഷയിലുള്ള ഹർത്താൽ നാടകമാണ് വയനാട്ടിൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇരട്ട വോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടവർ വോട്ട് ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ജില്ലാ ഭരണകൂടം. സംശയമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പ്രീസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറി. ചില ബൂത്തുകളിൽ കൂട്ടത്തോടെ വോട്ട് ചേർത്തതായി കണ്ടെത്തിയെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര പറഞ്ഞു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളുടെ പാലക്കാട് എഡീഷനിൽ വന്ന ഇടതുമുന്നണിയുടെ പത്രപരസ്യം വിവാദത്തിൽ. സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യമെങ്കിലും പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയാണ്. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ, ഹാ കഷ്ടം എന്ന തലക്കെട്ടും RSS വേഷധാരിയായ സന്ദീപ് വാര്യരും പരസ്യത്തിലുണ്ട്. എല്ലാ പത്രത്തിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. 2 പത്രങ്ങളിലെ പരസ്യങ്ങൾ മാത്രം വിവാദമാക്കുന്നത് എന്താണെന്നറിയില്ലെന്നും സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് ഇപ്പോഴും RSSകാരനാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. വടകരയിൽ സ്വീകരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമോ അതിലും ഗുരുതരമോ ആയ പ്രചാരണ രീതിയാണ് CPM അവലംബിച്ചിട്ടുള്ളതെന്ന് സന്ദീപ് വാര്യർ. ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് CPM ആണെങ്കിലും പരസ്യത്തിന്റെ പണം കൊടുത്തത് BJP ഓഫീസിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നുവെന്നും സന്ദീപ് പറഞ്ഞു. ഞാൻ പോന്നതിൽ BJPക്കാണ് വിഷമമുണ്ടാകേണ്ടത്, എന്നാൽ അതിനേക്കാളേറെ CPM എന്തിനാണ് വിഷമിക്കുന്നതെന്നും സന്ദീപ് ചോദിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വർഗീയമായ വിഭജനം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പ്രചാരണങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പരസ്യങ്ങളിൽ വീഴുന്നവരല്ല പാലക്കാട്ടെ വോട്ടർമാരെന്ന് VK ശ്രീകണ്ഠൻ MP. ജനം പുച്ഛിച്ചു തള്ളുമെന്ന് പറഞ്ഞ MP സന്ദീപ് RSS പശ്ചാത്തലമുള്ള ആളാണെന്ന് അറിയാത്തവർ ആരാണുള്ളതെന്നും ചോദിച്ചു. വർഗീയ വിഷം തുപ്പുന്ന പരസ്യം എവിടെ വന്നാലും വോട്ടർമാർ പുച്ഛിച്ചു തള്ളുമെന്നും സന്ദീപ് കൊലക്കേസ് പ്രതിയല്ലെന്നും VK ശ്രീകണ്ഠൻ ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത് രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിലാണെന്ന് EP ജയരാജൻ. SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും UDF സഖ്യമുണ്ടാക്കുന്നത് അവരെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നും ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് പ്രസിഡന്റുമാർ മുൻകാലത്ത് എതിർത്തിട്ടുണ്ടെന്നും ആ നിലപാടിൽ നിന്നിരുന്ന മുസ്ലിം ലീഗിനെ എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നും ജയരാജൻ ചോദിച്ചു. മുഖ്യമന്ത്രിയെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചാൽ അതേ നാണയത്തിൽ തങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുമെന്ന് KT ജലീൽ MLA. കാരണം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് തങ്ങളെന്നും പാണക്കാട് പ്രേമികൾക്ക് വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റിന്റെ സ്ഥാനത്തുനിന്ന് സാദിഖ് അലി തങ്ങളെ മാറ്റി കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതാകും നല്ലതെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും.
വിഷയത്തിൽ രവി DC-യുടെ മൊഴി രേഖപ്പെടുത്തും. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി EP ജയരാജനും DC ബുക്സും തമ്മിൽ കരാറുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ നിർണായകമായത് മൊബൈൽ ഫോൺ. വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ KSRTC ബസിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ ഫോണാണെന്ന് കണ്ടെത്തി. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ജയചന്ദ്രനുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് പോലീസ് പറയുന്നു. ജയചന്ദ്രന്റെ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച് സുപ്രീംകോടതി. നടി പരാതി നൽകാൻ 8 കൊല്ലമെടുത്തു എന്നത് കണക്കിലെടുത്താണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാസ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്നും സിദ്ദിഖിന് കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിൽ ദർശന വഴി മാറ്റുന്ന കാര്യവും ബെയ്ലി പാലം വഴി പുതിയ പാത ഒരുക്കുന്നതുമടക്കമുള്ള മാറ്റങ്ങൾ പരിഗണിച്ച് ദേവസ്വം ബോർഡ്. 18ാം പടി കയറിവരുന്ന തീർത്ഥാടകർ ക്യൂ കോംപ്ലക്സിൽ കാത്തുനിൽക്കാതെ നേരിട്ട് സോപാന ദർശനം നടത്താനുള്ള സൌകര്യം ഒരുക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും ആലോചിക്കുന്നത്. നേരിട്ടുള്ള ദർശനം ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ കുടിശ്ശിക സൈന്യത്തിന് നൽകിയതോടെയാണ് പുതിയ നീക്കം. ബാൽ താക്കറെയുടെ പിന്തുടർച്ചക്കാർ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ബലികഴിച്ചെന്നും ബാൽ താക്കറെ നിലകൊണ്ടതിന് വിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മഹായുതി സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം മുംബൈയിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മാട്ടുപ്പെട്ടി പരീക്ഷണ പറക്കൽ വിജയകരമായതോടെ സീപ്ലെയിൻ സർവീസ് നടത്താൻ താൽപര്യം അറിയിച്ച് 3 വ്യോമയാന കമ്പനികൾ സംസ്ഥാന സർക്കാരിന് പദ്ധതി രേഖ സമർപ്പിച്ചു. താമസിയാതെ ടെൻഡർ ക്ഷണിച്ച് ഔദ്യോഗികമായി നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. ചെലവ് പരമാവധി കുറയ്ക്കാനുള്ള നടപടികളും പരിഗണനയിലാണ്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മരണത്തിൽ കോളേജ് അധികൃതരുടെ വാദം തള്ളി കുടുംബം. വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നങ്ങൾ കോളേജിൽ വെച്ച് തന്നെ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടുവെന്ന പ്രിൻസിപ്പലിന്റെയും ക്ലാസ് ടീച്ചറിന്റെയും ന്യായീകരണം കള്ളമാണെന്നും കോളേജിലും ഹോസ്റ്റലിലും അമ്മുവിനെ സഹപാഠികൾ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും അമ്മുവിന്റെ കുടുംബം ആരോപിച്ചു. മോഷണക്കേസുമായി ബന്ധപ്പെട്ട് കുറുവ സംഘാംഗമെന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പോലീസ് വിട്ടയച്ചു. കുറുവ സംഘാംഗം സന്തോഷ് സെൽവന്റെ ബന്ധുവാണ് മണികണ്ഠൻ. കുറുവ സംഘത്തിന്റെ മോഷണത്തിൽ പങ്കുള്ളതിന് തെളിവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മണികണ്ഠനെ വിട്ടയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സംഗീതജ്ഞ MS സുഭലക്ഷ്മിയുടെ പേരിലുള്ള സംഗീത കലാനിധി പുരസ്കാരം സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് നൽകുന്നത് തടഞ്ഞ് മദ്രാസ് ഹൈക്കോടതി. പുരസ്കാരം കൃഷ്ണയ്ക്ക് നൽകുന്നതിനെതിരെ സുഭലക്ഷ്മിയുടെ കൊച്ചുമകൻ V ശ്രീനിവാസൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സുഭലക്ഷ്മിയെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകരുതെന്നും തന്റെ പേരിൽ സ്മാരകങ്ങൾ പാടില്ലെന്ന് സുഭലക്ഷ്മിയുടെ വിൽപത്രത്തിൽ ഉണ്ടെന്നും ആയിരുന്നു ഹർജിക്കാരന്റെ വാദങ്ങൾ. ദില്ലിയിൽ വായുമലിനീകരണം ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. മലിനീകരണ തോത് കൂടിയതും സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ വിമർശനവും കണക്കിലെടുത്ത് 10-12 ക്ലാസുകൾ ഉൾപ്പെടെ പൂർണ്ണമായും ഓൺലൈനാക്കി. ദില്ലി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലും വകുപ്പുകളിലും ഈ മാസം 23 വരെ ക്ലാസുകൾ ഓൺലൈനാക്കി. ഹരിയാന, ഉത്തർപ്രദേശ് സർക്കാരുകളും സമാന തീരുമാനമെടുത്തു. ദില്ലിയിലെ വായുമലിനീകരണം സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവേ സുപ്രീംകോടതിയിൽ നാടകീയ രംഗങ്ങൾ. ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തികൾ നിരോധിച്ചിട്ടും സുപ്രീംകോടതി വളപ്പിൽ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെന്ന മുതിർന്ന അഭിഭാഷകന്റെ വെളിപ്പെടുത്തലാണ് ഹർജികൾ പരിഗണിച്ച ബെഞ്ചിനെ ഞെട്ടിച്ചത്. ഇത് കേട്ടതോടെ ജസ്റ്റിസ് AS ഒക്ക കോടതിയിൽ വരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സെക്രട്ടറി ജനറലിനെ ഒരു ഫ്ലാഷ് സന്ദേശം അയക്കാൻ നിർദ്ദേശിച്ചു. കുക്കി തീവ്രവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. സായുധ സേനകൾക്ക് പ്രത്യേക അധികാരം നൽകിയത് പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ ജനങ്ങളുമായി ആലോചിച്ച് രാഷ്ട്രീയ തീരുമാനം എടുക്കുമെന്ന് ബീരേൻ സിംഗ് വ്യക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സംഘർഷത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഇംഫാലിൽ കർഫ്യൂവും 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ കാങ്കറിൽ 2 സ്ത്രീകളടക്കം 5 മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു.
തലയ്ക്ക് 28 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നവരെയാണ് ഏറ്റുമുട്ടലിൽ വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ വിനോജ മിർച്ച കരാം എന്നയാളാണ്. ഇയാളുടെ തലയ്ക്ക് 8 ലക്ഷമാണ് ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. പുനീത, സന്തോഷ് കൊർച്ചാമി, കജ്ജു സൈനുപദ്ദ, നാഗേഷ് ഗൌഡ എന്നിവർക്ക് 5 ലക്ഷമായിരുന്നു ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. ഇവരിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും. ബ്രസീലിൽ നടക്കുന്ന 9ാം G20 ഉച്ചകോടിയിലെ ഉഭയകക്ഷി ചർച്ചകൾക്കിടെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ജോർജിയ മെലോനി പ്രശംസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെലോനി എക്സിൽ കുറിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കൽ നടപടികൾ തുടങ്ങാനാണ് നീക്കം. എന്നാൽ ഭീമമായ ചെലവും സാമൂഹ്യ പ്രത്യാഘാതങ്ങളുമുണ്ടാകുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.